ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ SIT 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ കേസെടുക്കും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ കേസിൽ പ്രതികളാകും. ഈ മാസം 29 മുൻപ് കേസെടുത്ത റിപ്പോർട്ട് നൽകാനാണ് SITയുടെ നീക്കം. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും ഈ വർഷം മുതൽ ശബരിമലയിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പ്രതികരിച്ചു. അതിലേക്ക് ആദ്യം അന്വേഷണമായിട്ട് സഹകരിക്കല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്വേഷണമായിട്ട് സഹകരിക്കും. നമ്മൾ വേറെ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ശബരിമലയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നുള്ളൂ. മുന്നൊരുക്കങ്ങളാണിപ്പോൾ. ഇനിയിപ്പോൾ അത് വളരെ പ്രത്യേകമായിട്ട് നമ്മളൊരു വിഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചില രീതികളുണ്ട്. ആ രീതികൾ മാറണം. ആ രീതികളാണ് പലപ്പോഴും വേണ്ടാത്ത വാർത്തകൾ വരുന്നത്, അഴിമതിക്ക് ഇടം കൊടുക്കുന്നത്. വലിയൊരു ഡിജിറ്റൈസേഷൻ പ്രോഗ്രാമിന് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അത്ര കർക്കശമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ശബരിമലയിൽ ഒരു സുതാര്യത കൊണ്ടുവരാൻ സാധിക്കൂ. വിവരങ്ങളുമായി ദേവൻ MP ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ദേവൻ, പുതിയ രണ്ടാം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പുതിയ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതിൽ പ്രതിപട്ടിക നീളുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുൻ ഭരണസമിതി കൂടി സംശയ നിഴലിൽ വരികയാണല്ലോ. തീർച്ചയായും ശ്യാമിലി, 2019 പത്മകുമാറിന്റെ ഭരണസമിതിക്ക് പിന്നാലെ ഇപ്പോൾ 2025 ഉണ്ടായിരുന്ന PS പ്രശാന്തിന്റെ ഭരണസമിതി കൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും 2025 ദ്വാരപാലക ശില്പങ്ങളിലെ അതിന്റെ സ്വർണ്ണപ്പാളികളിലെ കൈമാറ്റ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം ഈ പുതിയ ഭരണസമിതി അല്ലെങ്കിൽ മുൻ ഭരണസമിതിയിലേക്ക് കൂടി നീളുന്നത്. പ്രത്യേകിച്ചും അതിന് പിന്നിൽ ഒരു ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവവികാസങ്ങൾ നടക്കുന്ന പ്രശ്നം, അതായത് അവിടെ നിന്നും സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്തുകൊണ്ട് അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പിന്നീട് ശബരിമലയിലെ ആ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തുമ്പോൾ സ്വർണ്ണത്തിന്റെ അളവിൽ ഏകദേശം 4.5 കിലോയോളം സ്വർണ്ണത്തിന്റെ അളവിൽ തൂക്ക വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായി ഈ പൊതുജന മധ്യത്തിലേക്ക് വരുന്നതുമെല്ലാം. അന്നും ആ വിഷയം SIT അന്വേഷിക്കുമ്പോൾ അതിൽ നിരവധി പേര് പ്രതിപട്ടികയിൽ എത്തുകയും ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്ന് ഉണ്ടാവുകയും മറ്റ് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളായിട്ടിരുന്ന പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ള ബോർഡ് അംഗങ്ങളും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് തന്നെ ഈ ഒരു പുതിയ ഭരണസമിതി 2025 ഭരണസമിതിയെ പറ്റിയിട്ടും ഒരു ആക്ഷേപം അന്ന് മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ഈ 2019 അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾക്ക് 2025 നിറം മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നിറം മങ്ങുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് വീണ്ടും അത് ഈ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നും മാറ്റുന്നത്. വെറും 6 വർഷം കൊണ്ട് ഈ പൂശി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ഒരു കേടുപാടുകൾ സംഭവിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ SITയുടെ ഭാഗമായി കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഈയിടെ അന്തരിച്ച മുരാരി ബാബുവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ഭരണസമിതി നിലവിലിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ഒരു കൈമാറ്റത്തിൽ വേണ്ട ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു SITയുടെ കണ്ടെത്തലിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 2023 കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിൽ നിന്നും ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ 2025 ഈ സ്വർണ്ണ കൈമാറ്റം നടക്കുമ്പോൾ അന്നത്തെ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ കൂടി അനുമതി ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ആ അനുമതി കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഈ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നും സ്വർണം പുറത്തേക്ക് കൊണ്ടുപോവുകയും അത് പിന്നീട് ചെന്നൈ വരെ എത്തി സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തുകയും അവിടെ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ അന്നത്തെ ഭരണസമിതിക്ക് ഭരണപരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണസമിതി കൂടി ഇപ്പോൾ അന്വേഷണത്തിന്റെ നിഴലിലേക്ക് എത്തുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മാത്രമല്ല അന്നത്തെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള അജികുമാർ, ഒപ്പം തന്നെ സന്തോഷ് കുമാർ, തന്ത്രി കണ്ഠർ രാജീവര്, ഒപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള റിജിലാല്, അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു എന്നിവർ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. അതിൽ സന്തോഷ് കുമാർ ഇപ്പോഴും നിലവിലും ബോർഡ് അംഗമാണ്. CPM പ്രതിനിധിയായി ഇപ്പോഴും ബോർഡിൽ തുടരുന്നുണ്ട്. 1 വർഷം കൂടി അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. മാത്രമല്ല ഈ രണ്ടാം കേസിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഗോവർദ്ധനയും പങ്കജ് ഭണ്ഡാരിയും അടക്കമുള്ള ആളുകൾ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരും. അങ്ങനെ ഏകദേശം 9ഓളം പേർ ഈ പുതിയ പ്രതിപട്ടികയിലേക്ക് കൂടി വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണം കുറച്ചുകൂടി വിപുലമാക്കുന്നു. അതായത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന 2 ഭരണസമിതിയിലേക്കും ഈ ഒരു അന്വേഷണം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ PS പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ
ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയമല്ല SITക്ക് ഉള്ളത്. പകരം ഭരണപരമായ വീഴ്ച, അതിൽ ആ ബോർഡ് കാണിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു, അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ചില വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. അത്തരം കാര്യമാണ്. അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും SIT അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ SITയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെയാണ് ഈ ഒരു കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ മാസം 29-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മുൻപ് UDF സർക്കാർ പറഞ്ഞിരുന്നത് പോലെ തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്തേക്ക് വരാനുണ്ട്. അതിൽ അന്നു മുതൽ നമ്മൾ കേൾക്കുന്ന ദൈവതുല്യരെന്ന് പറയുന്ന ആളുകളടക്കം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി പങ്കു ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ, കൂടുതൽ പ്രതിപട്ടികയിലേക്ക് കാര്യങ്ങൾ നീളുമ്പോൾ അതിൽ വിശാലമായ ഒരു അന്വേഷണം നടക്കുന്നു. കൂടുതൽ ആളുകൾ അതിന്റെ പ്രതിപട്ടികയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മുൻപ് നമ്മൾ കണ്ടതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അന്വേഷണത്തിന്റെ പ്രവർത്തനങ്ങളിൽ കണ്ട പോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വരുന്നു. ഇനിയിപ്പോൾ SIT PS പ്രശാന്തിന്റെയും ഒപ്പം തന്നെ സന്തോഷ് കുമാറിന്റെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം, ഈ ഒരു ഗൂഢാലോചനയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും കണ്ടെത്തൽ ദ്വാരപാളി കൈമാറ്റ കേസിൽ നിലവിൽ കൈമാറ്റത്തിൽ കേസെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മുൻ ഭരണസമിതിയുടെ പ്രസിഡന്റായ PS പ്രശാന്ത് അടക്കം ഈ പ്രതിപട്ടികയിൽ വരും എന്നാണ് ദേവൻ MP നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.